ഈ മുടി മുട്ടയടിച്ച് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇങ്ങനെ അത് വേണമെന്നുള്ളവർക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും ഒരു കൊച്ചിന്റെ മുടി ഗിടിലമായിട്ട് വരെയൊന്നുമില്ല. അതൊക്കെ ഹെറിഡിറ്ററിയാണ്. അച്ഛൻ്റെ മുടി, അമ്മയുടെ മുടി, അപ്പൂപ്പൻ്റെ മുടി, അമ്മൂമ്മയുടെ മുടി, ഇതൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ വരത്തുള്ളൂ. അല്ലാതെ ഒരു കുട്ടിക്ക് മുട്ടയടിച്ചു എന്ന് പറഞ്ഞ് സിൽക്കി സ്ട്രെയിറ്റ് ഹെയർ വരണം എന്നില്ല. അത് വെറൊരു വിശ്വാസമാണെന്നുള്ള ഞാൻ 2-3 ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആചാരം അത് ഇതായിട്ട് എനിക്ക് ഒരു വിശ്വാസമൊന്നുമില്ല. എനിക്ക് ഓമി കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് ആസ് എ മദർ ഐ എം ദ വൺ ഹു നോസ് ദ ബെസ്റ്റ്. അശ്വിനായാലും അങ്ങനെ മുടി വെട്ടണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അശ്വിന് ഇവൻ എപ്പോഴും മുടിയുള്ള തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ അശ്വിനും പറഞ്ഞു അങ്ങനെ എന്തിനും വെപ്പം വെട്ടണം, ഇപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നതിനാ, നമുക്ക് നമ്മുടെ കൊച്ച് നമ്മുടെ ഇഷ്ടം എന്നുള്ള പോലെ അശ്വിനും പറഞ്ഞു. ആ സംസാരിലേക്ക് അയ്യാ ട്രൂ. അങ്ങനെ നമ്മൾ ഹോമിക്കുട്ടിനെ മുടി വെട്ടാതെ എങ്ങനെ ഇരുന്നു. ചോറൂണിൻ്റെ കാര്യം വരെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോരുത്തർ വിശ്വാസമല്ലേ. ഇപ്പം അമ്പലത്തിൽ പോയി ചെയ്യണമെങ്കിൽ ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ഒരു ചടങ്ങ് പോലെ. അല്ലെങ്കിൽ വേറെ നാട്ടിൽ പോയി ചെയ്യുന്നവർ വരെ ഉണ്ട്. എന്നെയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നുമില്ല. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അച്ഛനും അമ്മയും തന്ന പോലെ. അശ്വിനും അങ്ങനെ പോകണം, അങ്ങനത്തെ അമ്പലത്തിൽ പോയി ചെയ്യണം, അതൊരു ചടങ്ങാക്കണം, അതിനൊരു ഇതാക്കി എടുക്കണം എന്നുള്ള പോലെ അശ്വിനും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഇവന് ചോറൊക്കെ ഇപ്പോഴൊന്നുമില്ല, 6 മാസത്തിലേക്ക് കൊടുത്തു തുടങ്ങി. ഇവൻ നമ്മളെ പോലെ തന്നെ ചോറും ബിരിയാണി എല്ലാം തിന്നുന്ന ചെക്കനാണ് ഒക്കെ മുന്നോ. സോയ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടോ, അതൊക്കെ 6 മാസത്തിലായിരുന്നു. സോയ അപ്പോൾ കുട്ടൻ്റെ ആദ്യത്തെ ഹെയർ കട്ടാണ്. അപ്പോൾ നമുക്ക് പോയാലോ പൊന്നെ. ഇപ്പം അശ്വിൻ വെളിയിടുന്ന ഡ്രസ്സ് ഇട്ട്, അതുകൊണ്ട് അവൻ എന്നെ ഇപ്പം വേണ്ട. ശരി ഓക്കോ, ടാറ്റാ. എടാ നീ ഡ്രസ്സ് ചെയ്തില്ല, അവൻ ഡ്രസ്സ് ചെയ്തിട്ട് കാര്യമില്ല. ഓമിക്കുട്ടനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കട്ടെ. ഓമിക്കുട്ട റെഡി ആയല്ലോ. ബാക്കിൽ അലമ്പൊക്കെ പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. ഒരു റൗണ്ട് കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ഫീനിക്സ് ഫിറ്റ് ജിമ്മിലാണ് കേട്ടോ പോകുന്നത്, കുറവങ്കോണത്ത്. ഫീനിക്സ് ഫിറ്റ് ജിമ്മിൻ്റെ നേരെ താഴെ തന്നെ ഞാനൊരു സലോൺ പോയിട്ടില്ല ഇതുവരെ. അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് മുടി വെട്ടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുട്ടി കാറൊക്കെയാണ് സീറ്റായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കണം അവർ നല്ലപോലെയാണോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മുടി വെട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ ട്രിവാൻഡ്രത്ത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതാണ് ആകെ ശ്രദ്ധിച്ചിട്ടുള്ളത്, വേറെ ഉണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ വിളിച്ച 5 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്ത്. ഇപ്പോൾ തന്നെ 5:30 ആവാറായി. അവിടെ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ തിരക്കുണ്ടോ എന്ന് തോന്നുന്നു, അറിയില്ല. ഫ്രൈഡേ ഈവനിങ്ങും കൂടെയാണ്. പോയി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട്